എടോ ഇത്രക്കായിട്ടും ഞാൻ വെറുതെ ഉണ്ടായതല്ല, എന്നെ ഒരാൾ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്താൻ, മനസ്സിൽ കണ്ടെത്താൻ. ബുക്കിലല്ല, ബുക്കിന് എന്താണ് ചെയ്യുവാനുള്ളത്? ഇന്നത്തെ ബുക്ക് ഈ ബുക്കിൽ പറഞ്ഞു തന്നതല്ലേ. ഈ ബുക്കിന് പകരം അങ്ങനെ ഒരു പടച്ചോനില്ല എന്നുള്ള വേറൊരു ബുക്കാണ് നിനക്ക് നാളെ കിട്ടുന്നതെങ്കിൽ അവിടെ അതിൻ്റെ വിശദീകരണം ഒന്നുകൂടി എന്താ പറയുക, ഒന്നുകൂടി നല്ല ഉഷാറുള്ള ഒരാളാണ് ആ പുസ്തകം എഴുതിയെങ്കിൽ അവിടെ സ്വാധീനിക്കൂല എൻ്റെ മനസ്സ്. മനസ്സിലായില്ല? ഇപ്പോൾ നീ പടച്ചോനുണ്ട് എന്നുള്ള ബുക്കാണ് വായിക്കണത്. നാളെ നീ അതിനേക്കാൾ ഭംഗിയും അതിനേക്കാൾ അട്രാക്ഷനോട് കൂടെ സമർത്ഥമായി അള്ളാഹ് ഇല്ലാന്ന് തെളിയിക്കുന്നൊരു ബുക്കാണ് നീ കണ്ടതെങ്കിലോ, അപ്പം നീ എന്തിൻ്റെ ആളാവും? അള്ളാഹു ഇല്ല എന്നുള്ള ആളാവും. ഇതിനെന്ത് വിലയുള്ളത്? അപ്പം നീ പരാജിതനല്ലേ? എന്താ പരാജിതൻ? ആയുസ് ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം റബ്ബിനെ കണ്ടുപിടിക്കണമെന്നൊരു മോഹം നമുക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? മുട്ടുവിൽ തുറക്കപ്പെടും. അന്വേഷിക്കാം. മഞ്ചദ്ദ വജദ, അന്വേഷിച്ചാൽ കണ്ടെത്തും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ ഞാൻ അവൻ്റെ അടുത്തുണ്ട്. അവനെന്നെ കണ്ടാൽ മതി. മനസ്സിലായില്ല? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫിലാണ് ആയത്. വനഹ്നു അഖ്റബു ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയേക്കാൾ ഞാൻ. കണ്ടനാടി എന്ന നമ്മുടെ ജീവൻ്റെ സർക്കുലേഷൻ കൃത്യമായി ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നതാണ് എന്ത്? കണ്ടനാടി. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനസ്സിലല്ലേ പറഞ്ഞ? കണ്ടനാടിയേക്കാൾ അടുത്താണ് ഞാനുള്ളത്. അപ്പൊ എന്നിട്ട് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. അറിയുക സ്വഹാബികളെ, നിങ്ങളുടെ ഉള്ളിലാണ് റസൂൽ ജീവിക്കുന്നത്. ആ റസൂൽ മരിക്കൂല, റസൂൽ മരിക്കൂല. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. ഹാഷിമിനെ വിളിക്കുക, ഹാഷിമിനെ വിളിക്കുക. അപ്പോൾ ഹാഷിം ഇറങ്ങിപ്പോയല്ലോ, എന്നിട്ട് വിളിക്കുക. നോക്കൂ നോക്കൂ നോക്കൂ. അൽ കിതാബു അല ത്വാവിലത്തി, അൽ കിതാബു ഫി ത്വാവിലത്തി, അൽ കിതാബു അല ത്വാവിലത്തി. പുസ്തകം മേശപ്പുറത്തുണ്ട്. അൽ കിതാബു ഫി ത്വാവിലത്തി, പുസ്തകം മേശക്കുള്ളിലാണുള്ളത്. അപ്പൊ സംബോധിത സമൂഹം സ്വഹാബികളാണ്. മുഅ്മിനുകളായ സ്വഹാബികളോട് ഖുർആൻ പറഞ്ഞു, വഅലമു, നിങ്ങൾ, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. ഏതാ സൂറത്ത് നോക്ക്. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. ഇങ്ങോട്ട് നോക്ക്. അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. നോക്ക്. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. വഅലമു അന്ന ഫീക്കും, വഅലമു. മനുഷ്യർക്കുള്ളിലുണ്ട് എന്നല്ല, നിങ്ങൾക്കുള്ളിലുണ്ട്. അവൻ ആരാ? സംബോധിതർ, അസ്ഹാബുൻ നബിയിൽ മുസ്തഫ. ഇവിടെ നമ്മൾ അവർ ഇത്തിബാഅ് ചെയ്യണം. ഇത്തിബാഅ് ചെയ്യണമെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് നബി കയറണം. ഇനിയിപ്പം നബി നമ്മളെ ഇവിടെയാണ്. നബി ഇവിടെയുള്ള കാലത്തോടെ നമുക്ക് മുമ്പിനാൻ കഴിയില്ല. എത്രാമത്തായത്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വഅലമു, അറിഞ്ഞുകൊള്ളുക, അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങൾക്കുള്ളിൽ റസൂലുണ്ട്. ഹുജറാത്ത് 7-ാമത്തായത്. ഹുജറാത്ത് 7-ാമത്തായത്. നമ്മളെടുത്ത് വരുന്നവരൊക്കെ അള്ളാഹ് പറയാൻ കാരണം എന്താ? അള്ളാഹ് മാർക്കറ്റ് നമ്മളെടുത്ത് നടക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇവൻ്റ് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതൊക്കെ വെക്കണ പണ്ടുണ്ടായിരുന്നു തലച്ചുമളേറ്റ് സാധനങ്ങൾ കൊണ്ടു നടക്കണം. കണ്ടിട്ടുണ്ടോ? തലച്ചുമളേറ്റ് അങ്ങനെ കൊണ്ടു നടക്കും. അവിടുത്തെ എല്ലാം ഉണ്ടാവും. കൺമഷി ഉണ്ടാവും, ചെറുപ്പുണ്ടാവും, എന്താ പറയുക, പിന്നെ കണ്ണാടി ഉണ്ടാവും, പിന്നെ അത്തറുണ്ടാവും, പലതും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മുസല്ല, നിസ്കാരപ്പടം, അത് നിസ്കാര കുപ്പായം, അത് അങ്ങനെ വേറെ അതും ഉണ്ടാവും. ഓരോരുത്തരനുസരിച്ചാണ് സാധനങ്ങൾ വെക്കുക. ഒരാൾ നിന്നെ കാണുമ്പോൾ അള്ളാഹ് അള്ളാഹ് എന്നറിയാൻ കാരണം എന്താണ്? അത് പറഞ്ഞ ആളാണ് നിന്നെ ചതിക്കാൻ പറ്റുക എന്നതുകൊണ്ടാണ്.
അതായത് അള്ളാൻ്റെ ആളായിക്കൊള്ളണമെന്നില്ല. അതൊരു കച്ചവടമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടമാണ്. അള്ളാഹ് കച്ചവടം. അപ്പൊ നല്ല തല കൊടുത്ത് ചിന്തിക്ക്. ഇവിടെ ഇപ്പൊ കവി പറയുന്നു അൽ മുസമ്മിലായ പുണ്യ റസൂലിന്റെ അഴകിൽ ദർശിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൃഷ്ടിയെ എൻ്റെ പടച്ചതവൻ അഴിച്ചിട്ട് കൊണ്ടേയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നബിയെ കണ്ടുകൊണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എവിടെയും മുഹമ്മദ് എന്ന മനുഷ്യന്റെ അഴകാണ് ഞാൻ കാണുന്നത്. എവിടെയും എല്ലായിടത്തും റസൂലുള്ളാഹിന്റെ അഴക് കാണാം, മുഹമ്മദ് മുസ്തഫാന്റെ അഴക് എവിടെയും. എന്തുകൊണ്ട്? എൻ്റെ മനസ്സിൽ ആരാണുള്ളത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് എത്തുമ്പോഴേ നമ്മൾ മുഅ്മിനാകുക. അപ്പം നമ്മളെ ഉള്ളിൽ റസൂലുള്ളാഹി ഉണ്ടാകുക. എന്നിപ്പോൾ നമ്മളെ ഉള്ളിൽ അതില്ല. ആര് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാലം അങ്ങനെയാണ്. حسين ترسي بامتداح نبينا لكل فصيل من بليغ مزيل وثقت برب جاد لي بالمؤمل وسراح طرفي في الجمال المزمل وحسين ترسي بامتداح نبينا لكل فصيح من بليغ مزيل വഹസിൻ തിർസി, എൻ്റെ മുന്നിലുള്ള കടലാസിനെ ഞാൻ ഭംഗിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ബിംതിദാഹി നബിയിന, നമ്മുടെ പുണ്യ റസൂലിൻ്റെ അഴകിനെ വർണ്ണിക്കുന്ന വിഷയം കൊണ്ട്. കണ്ണിൻ്റെ മുന്നിലുള്ള ഈ കടലാസ്, അതിനെ ഞാൻ ഭംഗിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ബിംതിദാഹി നബിയിന, നമ്മുടെ നബിയുടെ അഴക് വർണ്ണിക്കൽ കൊണ്ട്. ലികുല്ലി ഫസീഹിൻ മിൻ ബലീഗിൻ, അവസരോചിതമായ സാഹിത്യത്തിൽ നിന്ന് ഉന്നതമായ സാഹിത്യവാക്കുകൾ. ലികുല്ലി ഫസീഹിൻ മിൻ ബലീഗിൻ, പദങ്ങളിലേക്ക് അങ്ങനെ ആ പദങ്ങൾ ഇതിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലികുല്ലി ഫസീഹിൻ മിൻ ബലീഗിൻ മുസയ്യലി, പ്രവിശാലമായ, മുസയ്യൽ എന്നാൽ പ്രവിശാലമായ, കാര്യങ്ങളെ വിവച്ഛേദിച്ചു കൊടുക്കാൻ കഴിയുന്ന അങ്ങനെ അർത്ഥമുണ്ട്. ലികുല്ലി ഫസീഹിൻ മിൻ ബലീഗിൻ, അവസരോചിതമായ ഫസീഹ് സാഹിത്യവാക്ക്. ബലീഗ് അവസരോചിതമായ മദ്ഹ്, സാഹിത്യമായ അഴക്. ബലീഗിൻ ബലീഗായ, ബലീഗ് എന്ന് പറഞ്ഞാൽ അവസരോചിതമായ, മുസയ്യൽ വസ്തുതകളെ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന. وحسين ترسي بامتداح نبينا لكل فصيح من بليغ مزيل واسنيده بالصدق مقصور همتي بإنشاء مدح مصل لم يفصل. ഉസ്നിദു, ആ മദ്ഹിനെ ഞാൻ ചേർക്കുന്നു ബിസ്ദിഖി, സത്യം കൊണ്ട്. സത്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മഖ്സൂറ ഹിമ്മത്തിൻ, നബിയിൽ മാത്രം എൻ്റെ മനസ്സിൻ്റെ താല്പര്യത്തെ ചുരുക്കപ്പെട്ടവനായ നിലയിൽ. മഖ്സൂറ ഹിമ്മത്തിൻ, എൻ്റെ മനോദ്ദേശത്തെ, മനസ്സിൻ്റെ താല്പര്യത്തെ നബിയിൽ മാത്രം ചുരുക്കപ്പെട്ടവനായ നിലയിൽ. അതായത് എൻ്റെ മനസ്സിൽ നബി അല്ലാത്ത ഒരാളും ഇല്ല. അങ്ങനെ ബിഇൻശാഇ മദ്ഹിൻ, മദ്ഹിനെ രചിക്കൽ കൊണ്ട് നബിയല്ലാത്ത ഒന്നും എൻ്റെ മനസ്സിലില്ല. മുസലിൻ, എങ്ങനത്തെ മദ്ഹ്? മുസലിൻ, നബിയിലേക്ക് ചേർക്കപ്പെട്ട വാക്ക്. ലം യുഫസ്സലി, ഒരിക്കലും വിട്ടുപിരിക്കപ്പെടാത്ത. അങ്ങനെ, അതായത് ചേർത്ത് ചേർത്ത് ഞാൻ എഴുതുന്നു. ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് ഈ കവിതകൾ ഇല്ലാതായിട്ടേയില്ല. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ 160 വരിക, ഇത് 3300 ചില്ലാനും വരിക ഈ കിതാബ്. أسنيده بالصدق مقصور همتي بإنشاء مدح موصل لم يفصل. ഉസ്നിദു, ആ മദ്ഹിനെ ഞാൻ ചേർക്കുന്നു ബിസ്ദിഖ്, സത്യം കൊണ്ട്. മഖ്സൂറ ഹിമ്മത്തിൻ, എൻ്റെ മനസ്സിൻ്റെ താല്പര്യത്തെ ചുരുക്കപ്പെട്ടവനായ നിലയിൽ. ബിഇൻശാഇ മദ്ഹിൻ, മദ്ഹ് രചിക്കൽ മാത്രം കൊണ്ട് എൻ്റെ മനസ്സിൽ അതേ താല്പര്യമുള്ളൂ. മൂസലിൻ, ചേർക്കപ്പെട്ട വാക്കുകൾ, നബിയിലേക്ക് ചേർക്കപ്പെട്ട വാക്കുകൾ. ലം യുഫസ്സിൽ, ഒരിക്കലും പിരിക്കപ്പെടാത്ത. ووجزت لو طنبت في حق سيدي فريدي عديم الشبه خيري مؤملي
ഔദ്യത്വ എൻ്റെ പദങ്ങളെ ഞാൻ പരമാവധി ചുരുക്കുകയാണ് ചെയ്തത്. പദങ്ങൾ ചുരുക്കി ആശയങ്ങളെ കൂട്ടി. ലോ അത്നബത്തു ഞാനെങ്ങാനും പദങ്ങൾ കൂട്ടിയിരുന്നുവെങ്കിൽ ഫി ഹഖ് സയ്യിദി എൻ്റെ നേതാവിനെ വർണ്ണിക്കുന്ന വിഷയത്തിൽ ഞാൻ പദങ്ങൾ കൂട്ടിയിരുന്നുവെങ്കിൽ, ഇത്നാബ് പറഞ്ഞ പദങ്ങൾ, ഈജാസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ ചുരുക്കി ആശയം കൂട്ടുക. ഇത്നാബ് എന്ന് പറഞ്ഞാൽ പദങ്ങളെ കൂട്ടുക. അത്നബത്തു ഞാൻ ആ പദങ്ങളെ കൂട്ടിയിരുന്നുവെങ്കിൽ ഫി ഹഖ് സയ്യിദി എൻ്റെ നേതാവിനെ വർണ്ണിക്കുന്ന വിഷയത്തിൽ ഞാൻ പദങ്ങളെ കൂട്ടിയിരുന്നുവെങ്കിൽ. ഏതാണ് ഈ നേതാവ്? ഫരീദ് അദീമി ശിബിഹി ഫരീദിൻ ഫരീദായ ഫരീദ്, ഒറ്റയാനായ വേറൊരാളില്ല. അദീമി ശിബിഹി സദൃശ്യപ്പെടുത്താൻ പറ്റിയ ആളില്ലാത്തവനായ, ഖൈരി മുഅമ്മലി കൊതിക്കപ്പെടുന്നവരിൽ ഏറ്റവും കൊതിക്കപ്പെടേണ്ടവരായ ആ റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്ന വിഷയത്തിൽ ഞാനെങ്ങാനും കൂട്ടിയിരുന്നുവെങ്കിൽ ഫബഹറുൻ ബസീത്തുൻ, അതൊരു പ്രവിശാലമായ സമുദ്രമാകുമായിരുന്നു. ഈ സമുദ്രത്തിൽ എഴുതേണ്ടി വരും, അതിന് മാത്രം ഉണ്ടാവും. ഇത് 3000 ചില്ലാനും വരിയിരുന്നു വെക്കൂല പദം ഞാൻ കൂട്ടിയിരുന്നുവെങ്കിൽ. മനസ്സിലായില്ലേ? ഇതിൻ്റെ മറുപടി ഇവിടെയാണ്. فبحر بسيط كامل ومكمل المد وافر طويل باب مدح طه المفضل. നിലവ് അത്രപത്ത് ഞാൻ വാക്കിനെ കൂട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഫബഹറുൻ ബസീത്തുൻ, അത് പ്രവിശാലമായ സമുദ്രമാണ് മുഹമ്മദ്. അങ്ങനെ അർത്ഥമാക്കാം. കാമിലുൽ മദ്ദി, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സഹായം പൂർണ്ണനായവനായ. വാഫിറുൻ, എല്ലാം സമ്പൂർണമായ ആളാണ്. വാഫിർ കാമിലിൻ്റെ മറ്റൊരു പദമാണ്. തഫീലു ഉബാബിൻ, അതൊരു മറുകര കാണാത്ത ദീർഘമായ കടലാണ് പുണ്യ റസൂൽ. മദ്ഹു ത്വാഹ അൽ മുഫല്ലലി, അത് എന്താണ്? തഫീലു ഉബാബിൻ മദ്ഹു ത്വാഹ, അത് മറുകര കാണാത്ത കടലാണ്, അത്രയും ദീർഘമായ കടലാണ് മുഹമ്മദ് മുസ്തഫ. അതായത് മദ്ഹു ത്വാഹ അൽ മുഫല്ലലി, ശ്രേഷ്ഠമാക്കപ്പെട്ട പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന് പറഞ്ഞാൽ തഫീലു ഉബാബാണ്, അത് അത്രയും ദീർഘമായതാണ്. وحسين مدحا صح متنا مسلسلا لإحسان ممدوح وأفضال مرسلي. وحسين مدحا, ഞാൻ മദ്ഹിനെ ഭംഗിയാക്കുകയാണ്. സഹ മത്നൻ, അതിൻ്റെ മത്തിന് എന്ന് പറഞ്ഞാൽ ആ രചിക്കപ്പെട്ട വാക്കുകളെല്ലാം എന്താണ്? സഹ, സ്വീകാര്യോഗ്യമായ സത്യസന്ധമായ വാക്കാണ്. മുസൽസലൻ, ഒന്ന് കഴിഞ്ഞാൽ പിന്നൊന്ന് തീരൂല. സഹ മത്നൻ മുസൽസലൻ, ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന മത്തിനാണ് മുസൽസലൻ ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? മുസൽസലൻ ഒന്നിനൊന്ന് ബന്ധപ്പെട്ട മത്തിനെന്ന് പറഞ്ഞാൽ സഹ മത്തിനാൽ സ്വഹിയായതാണത്. അതായത് സ്വഹിയായ വാക്കുകളാണ്. മുസൽസലൻ ഒന്നിനൊന്നായി ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കുന്ന എന്ന്. ആർക്കാണ് ഇങ്ങനത്തെ മദ്ഹ് ഞാൻ എഴുതിയത്? അഹ്സനി മംദൂഹിൻ, മദ്ഹ് ചെയ്യപ്പെടാൻ പറ്റിയതിൽ ഏറ്റവും നല്ല ആൾക്ക്. വഅഫ്ളലി മുർസലി, മുർസലികളിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട ആളുമായ ആൾക്ക് മുഹമ്മദ് മുസ്തഫ. തവാത്തറ ഖത്അൻ, ഖണ്ഡിതമായും ലോകത്ത് പരസ്യമായും അറിയപ്പെട്ടതാണ്. അന്ന ത്വാഹ മുഹമ്മദൻ ഇമാമു ജമീഅ റുസുലി, മുഹമ്മദ് എന്ന ആൾ അയക്കപ്പെട്ട എല്ലാ മുർസലുകൾക്കും ഇമാമാണെന്ന്. തവാത്തറ ഖത്അൻ, ഖണ്ഡിതമായും ലോകത്തെല്ലാം അറിയപ്പെട്ടതാണ്. അതാണ് തവാത്തറ. ലോകത്തെല്ലാം അറിയപ്പെട്ടതാണ്. ഖത്അൻ, ഖണ്ഡിതമായി. എന്തറിയപ്പെട്ടതാണ്? അന്ന ത്വാഹ മുഹമ്മദൻ ഇമാമു ജമീഅ റുസുലി, ത്വാഹ മുഹമ്മദ് മുസ്തഫ ഇമാമു ജമീഅ റുസുലി, എല്ലാ മുർസലീങ്ങൾക്കും ഇമാമാണ് എന്നത് ലോകത്ത് എല്ലായിടത്തും അറിയപ്പെട്ട സത്യമാണ്. തവാത്തറ ഖത്അൻ അന്ന ത്വാഹ മുഹമ്മദ ഇമാമു ജമീഅ റുസുലി ഖൈറു മുകമ്മലിൻ, പൂർണ്ണതയാക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമനായ ആളുമാണ് മുഹമ്മദ് എന്ന്. വേറെ ആർക്കും പൂർണ്ണതയില്ല, ആൾക്കേ ഉള്ളൂ.
ഇമാം തവാത്തറക്കത്തൻ ഖണ്ഡിതമായി ലോകത്ത് അറിയപ്പെട്ടതാണ്. എന്ത്? അന്ന ത്വഹ മുഹമ്മദ, മുഹമ്മദ് എന്ന ആൾ ഇമാമു ജമീഅ റുസുലി, എല്ലാ മുർസലീങ്ങൾക്കും ഇമാമാണ് എന്ന് ലോകത്തെല്ലാം ഖണ്ഡിതമായി അറിയപ്പെട്ട സത്യമാണ്. ഖൈറു മുക്കമ്മലിൻ, പൂർണ്ണതയാക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമനായ ആളുമാണ്. അങ്ങനെ ഒരാളേ ഉള്ളൂ, പൂർണ്ണത വേറെ ആർക്കും ഇല്ല. പൂർണ്ണതയാക്കപ്പെട്ടതിൽ ഉത്തമനായ ആളാണ്, പൂർണ്ണത തന്നെ വേറെ ആർക്കും ഇല്ല എന്ന്. هو فاتح والختم أحمد ناصري هداني إلى ذاك الجمال المجمل أحب رب البيت أحمد سيدي وزينة روحي ووقفي وموئلي. وهو പുണ്യ റസൂൽ ഫാത്തിഹുൻ, എല്ലാം തുറന്നു തരുന്ന ഫാത്തിഹാണ് പുണ്യ റസൂൽ. ഫാത്തിഹാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ് എന്ന് നമ്മൾ പറയാലോ. ഫാത്തിഹ എല്ലാം തുറന്നു തരുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. വൽ ഖത്മു അഹ്മദു, ഈ വിഷയത്തിൽ എന്നെ സഹായിച്ചത് അഹ്മദ് എന്ന ഖാത്തുമാണ്. അത് ബഹുമാനപ്പെട്ടവരുടെ തുരീഖത്തിൻ്റെ ഷെയ്ഖാണ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവരാണ് നാസിരി എന്നെ സഹായിച്ചത്. നബിയെ കണ്ടെത്താൻ അഹ്മദ് തിജാനി തങ്ങളാണ് എന്നെ സഹായിച്ചത്. മശായിഖന്മാർ ഒരു വ്യക്തിയെ ആത്മീയത കണ്ടെത്താൻ സഹായിക്കും, അവരാണ് മശായിഖന്മാർ. അവരെ കൊണ്ട് നേടുന്നത് മുരീദന്മാരാണ്. എന്താണ് നേടുക? അള്ളാഹനെ നേടും. മുരീദ് അള്ളാഹുവിനെ നേടും. അതാണ് ത്വരീഖത്ത്. ത്വരീഖത്ത് എന്നാൽ എന്താ? ത്വരീഖത്ത് എന്നാൽ സാധുക്കളായ ജനങ്ങൾക്ക് അള്ളാഹുവിനെ നേടിക്കൊടുക്കും. വലിയ കിട്ടൽ മുരീദിനാണ്. ഇന്ന് ത്വരീഖത്തുകളിൽ ഭൂരിഭാഗത്തും കിട്ടുന്നത് ഷെയ്ഖിനാണ്. എന്തുകൊണ്ട്? മുരീദ് ഷെയ്ഖിന് പൈസ കൊടുക്കും. ഇന്നെല്ലാം പൈസ മയങ്ങളാണ്, ഒക്കെ പൈസയാണ്. അപ്പോൾ എനിക്കെന്താണ് കിട്ടിയെന്ന് മുരീദിന് മനസ്സിലാവില്ല, മുരീദിനോട് കിട്ടൂല. അതുകൊണ്ട് തന്നെ കൊടുത്ത് ചിന്തിക്കണം. അതായത് അള്ളാഹുവിനെ കണ്ടെത്താൻ തന്നെ സഹായിക്കുന്ന ആളാണ് ഷെയ്ഖ്. എന്തിനുമാണല്ലോ ഒരു ഗൈഡ്. നിങ്ങളിപ്പോൾ PhD എഴുതുകയാണെങ്കിൽ, ഡോക്ടറേറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചു തരും, ഇന്നാളിനാളാണ് നിങ്ങളുടെ ഗൈഡ്. ആ ഗൈഡിൻ്റെ കീഴിലാണ് നമ്മൾ അവസാനം ഡോക്ടറേറ്റിന് എഴുതുക. കഴിഞ്ഞു. മനസ്സിലായില്ല? ഒരാൾ ഡോക്ടറേറ്റിന് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് മുന്നിൽ ആര് വേണം? ഗൈഡ് വേണം. ഇതന്നെ ദുന്യവ്യായ നിസ്സാര കാര്യങ്ങൾ പഠിക്കാൻ പോലും ഒരാൾക്കൊരു ഗൈഡ് വേണമെങ്കിൽ, പഠിച്ചാലും തീരാത്ത അള്ളാഹുവിനെ പഠിക്കാൻ വേണ്ട ഒരു ഗൈഡ്, ആ ഗൈഡാണ് ആര്? ഷെയ്ഖ്. അതാണ് ഷെയ്ഖ്. പക്ഷേ മനസ്സിലായില്ലേ? ഈ ഡോക്ടറേറ്റ് പഠിക്കുന്ന സമയത്ത്, ഡോക്ടറേറ്റിന് എഴുതുന്ന സമയത്ത്, PhD ചെയ്യുന്ന സമയത്ത് ഗൈഡിൽ നിന്ന് ഇയാൾക്കൊന്നും കിട്ടിയില്ല. ഇയാൾ ദിവസം പൈസ കൊണ്ടേ കൊടുക്കും ആർക്ക്? ഗൈഡിനെങ്കിൽ അയാൾ ജയിക്കൂലല്ലോ. അതാണ് ഇന്നത്തെ ത്വരീഖത്തുകൾ. മനസ്സിലായില്ല? അതായത് ഷെയ്ഖിൽ നിന്ന് മുരീദിന് ഇപ്പോഴൊന്നും കിട്ടാനില്ല. തീരെ കിട്ടൂല എന്നല്ല, പരക്കയില്ല, അപൂർവമായി ഉണ്ടാവും. എന്നാൽ മുരീദിന് കിട്ടും. മുരീദിന് എന്താ കിട്ടുക? എന്താണ്? നിന്റെ കയ്യിലല്ലേ ഉള്ളല്ലേ ഇജ്ജ് കൊടുക്കുക. അങ്ങനെയാണല്ലോ, അല്ലെ? അങ്ങനെയല്ലേ കൊടുക്കുക. മുരീദിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും, ഷെയ്ഖിൻ്റെ കയ്യിൽ പഠിച്ചവനുണ്ടാവും. അപ്പം മുരീദ് ഷെയ്ഖിന് പൈസ കൊടുക്കണം എന്നല്ല, കൊടുക്കാം. ഷെയ്ഖ് ഏതായാലും മുരീദിന് എന്ത് കൊടുക്കൂല? അള്ളാനെ കൊടുക്കൂല. എന്തുകൊണ്ട്? ഷെയ്ഖിന് എന്നെ ആരെ കിട്ടിയിട്ടില്ല, അള്ളാനെ കിട്ടിയില്ല. ഇതൊക്കെയാണ് കാലം. തല കൊടുത്ത് ചിന്തിക്കണം, തല കൊടുത്ത് എത്തിക്കണം. നീ പറയണോ? ഇവിടെ ഒരാൾ എന്നെ സഹായിച്ചു നബിയെ കണ്ടെത്താൻ, നബിയുടെ അഴക് കണ്ടെത്താൻ ഒരാൾ എന്നെ സഹായിച്ചു. അത് അഹ്മദ് തിജാനിയാണ്. ഓഹോ ഫാത്തിഹൻ, പുണ്യ റസൂൽ ഫാത്തിഹാണ്. അഹ്മദ് നാസിരി, നബി എന്ന ഫാത്തിഹിനെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത് അഹ്മദ് എന്ന ആളാണ്. അത് അഹ്മദ് തിജാനി തങ്ങളാണ്. വൽ ഖത്മു അഹ്മദു, വൽ ഖത്മു, ഖത്മദ് എന്ന് ഓമന പേരാണ്. അഹ്മദ് തിജാനി തങ്ങൾ ഓമന പേരാണ്. എന്ത്? അൽ ഖുത്ബുൽ മഖ്തൂം, അൽ ഖുത്ബുൽ മക്തൂം എന്നൊക്കെ. അവർ ഖാത്തിമുൽ വിലായത്താണ്. പിന്നെ تواترت عن أن طه محمدا إمام جميع الرسل خير مكمل وهو فاتح والختم أحمد ناصري
ഹദാനി ഇലാ ദാക്കൽ ജമാലിൽ മുജമ്മലി. ആ പുണ്യ റസൂൽ ഫാത്തിഹ വൽ ഖത്മു അഹ്മദു. അഹ്മദ് തിജാനി എന്ന ആ ഖത്മ് എന്നാൽ ഖാതിമുൽ വിലായത്ത് അഹ്മദ് തിജാനി തങ്ങൾ നാസിരി എന്നെ സഹായിച്ചു. ഹദാനി എന്നെ നയിക്കുകയും ചെയ്തു. ഇലാ ദാക്കിൽ ജമാലിൽ മുജമ്മലി, അഴകാക്കപ്പെട്ടവൻ്റെ ആ അഴകിലേക്ക്, അഴകാക്കപ്പെട്ട മഹാന്റെ അഴകിലേക്ക് എന്നെ നയിച്ചു എൻ്റെ ഷേഖ് അഹ്മദ് തിജാനി തങ്ങൾ. അഴകാക്കപ്പെട്ട ആളുടെ അഴകിലേക്ക്. ആരാണ് അഴകാക്കപ്പെട്ട ആൾ? മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ അഴകിലേക്ക് എൻ്റെ ഷേഖ് എന്നെ നയിച്ചു. ആരാ ഷേഖ്? അഹ്മദ് തിജാനി തങ്ങൾ. فاتح والختم أحمد ناصري هداني إلى ذاك الجمال المجمل أحب ورب البيت أحمد سيدي وزينة روحي وهو كوفي وموئلي. വഹിബു, ഞാൻ പ്രേമിക്കുകയാണ് അഹ്മദിൽ റബ്ബിൽ ബൈത്തി, കഅബാലയത്തിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ഞാൻ പ്രേമിക്കുന്നു. ആരെ? അഹ്മദ് തിജാനി തങ്ങളെ അങ്ങനെ അർത്ഥമാക്കാം. അഹ്മദ് മുസ്തഫാനെ അങ്ങനെ അർത്ഥം. സയ്യിദി എൻ്റെ നേതാവായ, സീനത്ത റൂഹി എൻ്റെ ആത്മാവിൻ്റെ അഴകുമായ. രണ്ടാളും അർത്ഥം വെക്കാം. രണ്ടാളും അങ്ങനെ തന്നെയാണ്. തന്നെ അള്ളാഹുലേക്കും റസൂലിലേക്കും നയിച്ച ആളാണ് തൻ്റെ ആത്മാവിൻ്റെ അഴക്. ഇവിടെ അഹ്മദ്, രണ്ടാളും അഹ്മദാണ്. അഹ്മദ് തിജാനി തങ്ങൾ നമ്മളെ പേര് അഹ്മദ് എന്നാണ്. മുസ്തഫാനെ പിന്നെ ഒരു പേരും അഹ്മദാണ്. പിന്നെ ഉഹിബ്ബു റബ്ബിൽ ബൈത്തി അഹ്മദ സയ്യിദി വസീനത റൂഹി വഹുവ കൗഫി വമൗഇലി. വഹുവ, ആ ആൾ. ഇവിടെ രണ്ടും ഈ വഹുവക്ക് രണ്ടർത്ഥം വെക്കാം. വഹുവ മുഹമ്മദ് മുസ്തഫ അല്ല അഹ്മദ് തിജാനി തങ്ങൾ. കൗഫി എൻ്റെ അഭയ മാളമാണ്. കൗഫ്, ഞാൻ അൽ കൗഫിന് പണ്ടർത്ഥം പറഞ്ഞു. അൽ കൗഫ് എന്നാൽ എന്താണ്? അഭയം തേടുന്ന മാളം. മാളെല്ലാവർക്കും വേണം. മാളല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു മാളം വേണം. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസന്ധികൾ വരും. അപ്പോൾ കയറിയിരിക്കാൻ പറ്റിയൊരു മാളം എല്ലാവർക്കും വേണം. ഓ കൗഫി, അഹ്മദ് തിജാനി തങ്ങൾ എൻ്റെ കൗഫാണ്. അല്ല പുണ്യ റസൂൽ മുസ്തഫ എൻ്റെ കൗഫാണ്. ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ എല്ലാം ചെറിയ ചെറിയ ഗുഹങ്ങളാണ്. മുസ്തഫ നബി കൗഫുൽ വറ, പ്രപഞ്ചത്തിലുള്ള ആർക്കും കയറിയിരിക്കാൻ പറ്റിയ ഗുഹയാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൗഫി ഓ മൗഇലി, എൻ്റെ അടിത്തറയുമാണ്. ഓ മൗഇലി, എൻ്റെ അടിസ്ഥാനവുമാണ്. ومن ذا الذي يشفي من الحب وهو في أبي الكون والأرواح أجواد مجزلي. ومن ذا الذي يشفي, ആരാണ് എൻ്റെ രോഗം മാറ്റുക? മിനൽ ഹുബ്ബി, പ്രേമത്താൽ. ഈ പ്രേമരോഗം ഷിഫിയാക്കി തരാൻ ആരാ ഉള്ളത്? വഹുവ, ആ പ്രേമമാകട്ടെ ഫി അബിൽ കൗനി, പ്രപഞ്ചത്തിന്റെ പിതാവിന്റെ കാര്യത്തിലാണെങ്കിൽ, വല്ലർവാഹി അബുൽ അർവാഹ്, അബുൽ കൗനി വല്ലർവാഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് അബുൽ കൗനി എന്നും പറയും, അബുൽ അർവാഹ് എന്നും പറയും. അബുൽ കൗനി എന്നാൽ പ്രപഞ്ചത്തിന്റെ പിതാവ്. അതായത് ഇവിടെ പിതാവ് എന്ന് പറയാൻ കാരണം എന്താ? പ്രപഞ്ചം ഉണ്ടാകാൻ കാരണക്കാരൻ. പിന്നെ അബുൽ അർവാഹ് എന്ന് പറയും. റൂഹുകൾക്ക് എല്ലാ റൂഹും റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. അപ്പോൾ അബുൽ അർവാഹ് എന്ന് റസൂലുള്ളാഹിക്ക് പേരുണ്ട്, അബുൽ കൗനി എന്ന് റസൂലുള്ളാഹിക്ക് പേരുണ്ട്. പിന്നെ യശ്ഫി, ആരാണ് എനിക്കൊരു ശമനം ശിഫ തരുക? മിനൽ ഹുബ്ബി, ഈ പ്രേമരോഗത്തിൽ നിന്ന്. വഹുവ, ആ പ്രേമം ഫി അബിൽ കൗനി, അബുൽ കൗനായ പ്രപഞ്ചത്തിന്റെ ബാപ്പയായ പുണ്യ റസൂലിന്റെ കാര്യത്തിലാകുമ്പോൾ, വൽ അർവാഹി, റൂഹുകളുടെ ബാപ്പയാകുന്ന പുണ്യ റസൂലിന്റെ കാര്യത്തിലാകുമ്പോൾ ആർക്കാണ് ഈ രോഗം മാറ്റി തരാൻ കഴിയുക? ആരാണ് ഈ ആള്? അജ്വാദ മുജസ്സിലി, കൊടുക്കുന്നതിൽ മുജസ്സിൽ, കൊടുക്കുന്നവൻ. അജ്വദ, കൊടുക്കുന്നതിൽ ഏറ്റവും ധർമ്മിഷ്ഠനായ, കൊടുക്കുന്നതിൽ അറ്റമില്ലാതെ കൊടുക്കുന്നവനായ ഈ പുണ്യ റസൂലിൻ്റെ കാര്യത്തിലാണ് എൻ്റെ പ്രേമരോഗം എന്നിരിക്കവേ ആർക്കാണ് എൻ്റെ പ്രേമരോഗം മാറ്റാൻ കഴിയുക? മാറ്റാൻ വേണ്ടിയല്ല കവി പറയുക. അതായത് എൻ്റെ റൂഹുള്ള കാലത്തോളം ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ ഈ രോഗം മാറില്ല. കവിക്കിത് രോഗമല്ലെങ്കിലും കാണുന്നവർക്ക് രോഗമാണ്. കവിക്ക് രോഗമല്ല. നിന്റെ ഭാര്യയോടുള്ള ഇഷ്ടം നിനക്ക് മിതമാണെങ്കിലും എൻ്റെ ഉമ്മാക്കത് അമിതമായിരിക്കും. നേരെ കോളേജ് പോയി കുത്തിരിക്കുന്നുണ്ട്. നിനക്ക് 24 മണിക്കൂർ 28 മണിക്കൂറായാലും ബാക്കി 4 മണിക്കൂർ കൂടി കൂട്ടി തന്നാൽ ജോലിൽ തന്നെ ഇരിക്കും. നിനക്ക് ഇപ്പം അള്ളാഹു തആല 24 മണിക്കൂർ 28 മണിക്കൂർ ആക്കാത്തതിലുള്ള ബേജാറാണ് ആർക്ക്? നിനക്ക്. ആ 4 മണിക്കൂർ കോളേജ് തന്നെ ഇരിക്കുന്നു. മനസ്സിലായില്ലേ?
നിൻ്റെ ഉമ്മാക്കത് അമിതാണ്. അതേ സമയത്ത് ഉമ്മാക്ക് നീ നിൻ്റെ ഓളെടുത്തിരിക്കുന്നത് ഉമ്മാക്ക് അമിതാണെങ്കിലും ഉമ്മാക്ക് ബാപ്പാൻ്റെ അടുത്തിരിക്കൽ അമിതല്ല. മനസ്സിലായില്ല? ബാപ്പ പേടിയിൽ പോയിട്ട് വരാൻ നേരം വൈകിയാൽ ഉമ്മ ചൂടാൻ തുടങ്ങും. അതിങ്ങനെ പേടി കുത്തിരിക്കുക. ഒരു വർത്തമാനം പറയാനോ അതിനൊന്നും നിങ്ങളെ കിട്ടൂല. മനസ്സിലായത് പറഞ്ഞത്? മിതം അമിതം എന്നുള്ളത് അങ്ങനെ തീരുമാനിക്കുക. രോഗം ഇതൊക്കെ അങ്ങനെ തീരുമാനിക്കുക. രോഗം എന്നുള്ളത് നാട്ടുകാർക്ക് രോഗമാണ്. കാരണം കവിക്ക് എപ്പോഴും നബിനെ പറ്റി പറയാം. അപ്പോൾ വേറെന്താ പറയാ? സുഖല്ല. നല്ലൊരു മനുഷ്യനെ പിന്നാണ് ഓതാൻ പോയിട്ടൊക്കെ അത് ആസായി അങ്ങനെ പറയും. ആ കുടുംബത്തിലൊക്കെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. മൂപ്പര ബാപ്പ ഒക്കെ നല്ല മനുഷ്യന്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ദീന മൂപ്പർക്ക് അന്നല്ല അങ്ങനെ പാട്ടും പാടി നടക്കും. അപ്പം എൻ്റെ ഈ പ്രേമരോഗം മാറ്റിത്തരാൻ ആർക്കാ കഴിയുക? ഇത് ഒഹോഫി അബിൽ അക്വാനി, പ്രപഞ്ചങ്ങളുടെ പിതാവിൻ്റെ അബിൽ കൗനി, ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവായ പുണ്യ റസൂലിൻ്റെ കാര്യത്തിലാണ് എൻ്റെ പ്രേമം എന്നിരിക്കവേ, വല്ലർവാഹി റൂഹുകളുടെ വാപ്പയായ പുണ്യ റസൂലിൻ്റെ കാര്യത്തിലാണ് എന്നിരിക്കവേ ഈ പ്രേമരോഗം ആർക്കാണ് മാറ്റാൻ കഴിയുക? ആരാണ് ആ അബുൽ കൗനി വല്ലർവാഹായ പുണ്യ റസൂൽ? അജ്വദ മുജ്സിലി, നൽകുന്നവരിൽ ഏറ്റവും ധർമ്മിഷ്ഠനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن ذا الذي يشفي من الحب وهو في شفيع الورى ترا لدى كل معضل. ومن ذا الذي يشفي, ആരാണ് എനിക്ക് ശിഫ നൽകുക? മിനൽ ഹുബ്ബി, പ്രേമരോഗത്തിൽ നിന്ന്. വഹുവ, ആ പ്രേമരോഗം ഫി ഷഫീഇൽ വറ, പ്രപഞ്ചത്തിന് മുഴുവൻ ശഫാഅത്ത് ചെയ്യുന്ന മഹാനായ മുത്തുനബിയുടെ കാര്യത്തിലാണെന്നിരിക്കവേ, തുറൻ അടങ്കലും എല്ലാവരും ലദാ കുല്ലി മുഅല്ലലി, എല്ലാ മുടക്കാക്കപ്പെടുന്ന കാര്യത്തിൻ്റെ അടുത്തും തടസ്സമാക്കപ്പെടുന്ന കാര്യത്തിൻ്റെ അടുത്ത് നബിയുടെ ശഫാഅത്ത് ഉണ്ടാവും. തടസ്സമാക്കപ്പെടുന്നത് നിനക്കെന്തെങ്കിലും ദോഷം കാരണം നിനക്ക് സ്വർഗം തടയപ്പെടുമ്പോൾ അവിടെ റസൂലുള്ളാഹി എന്ത് ചെയ്യും? ശഫാഅത്ത് ചെയ്യും. എല്ലാം മുഅല്ലലി, എല്ലാം മുടക്കമാക്കപ്പെടുക, എല്ലാം മുടക്കമാക്കപ്പെടുന്നിടത്തും പുണ്യ റസൂലിൻ്റെ ശഫാഅത്ത് ഉണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ പ്രേമിക്കുന്നത്. പിന്നെ ആർക്കത് ശിഫയാക്കി തരാൻ കഴിയുക എന്ന്? من ذا الذي يشفي من الحب وهو في أبي الكون والأرواح أجوال مجزلي. ومن ذا الذي يشفي من الحب وهو في شفيع الورى طرا لدى كل معضل. ومن ذا الذي يشفي من الحب وهو في حبيب إله العالمين المبجل. ومن ذا الذي يشفي من الحب, ഈ പ്രേമത്തിൽ ആർക്കാണ് ശിഫയാക്കാൻ കഴിയുക? വഹുവ, ആ പ്രേമം ഫി ഹബീബി ഇലാഹിൽ ആലമീന, പ്രപഞ്ചത്തിൻ്റെ അധിപതിയായ ആ ഇലാഹിൻ്റെ സ്നേഹനിധിയായ പുണ്യ റസൂലിൻ്റെ കാര്യത്തിലാണെന്നിരിക്കവേ, അൽ മുബജ്ജലി, ആ പ്രേമം എനിക്ക് പ്രകൃതിയാക്കപ്പെട്ട പ്രേമമാണ്. അതായത് എൻ്റെ ജനിക്കുമ്പോൾ തന്നെ ഈ പ്രേമം എനിക്കുണ്ട്, പിന്നെ നീക്കാൻ കഴിയില്ലല്ലോ. കൂടുള്ള അങ്ങനെ എന്താ പറയുക, കൂടുള്ള മുഴ ചെത്തിയ പൂലാണ്, അങ്ങനെ പറയും പഴയകാലത്തെ ആളുകൾ. അതായത് പിറക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഒരു മുഴ ഉണ്ടെങ്കിൽ അതവന് ആ മുഴ അയാളുടെ പ്രകൃതിയാണ്. ഇത് അൽ മുബജ്ജലി, പ്രകൃതിയാക്കപ്പെട്ട. അതായത് എനിക്ക് നബിയോടുള്ള പ്രേമം എൻ്റെ പ്രകൃതിയാണ്. എനിക്ക് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. എൻ്റെ 1-ാം വയസ്സ് തന്നെ അങ്ങനെയാണ്, 1-ാം ദിവസം തന്നെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നബിയോടുള്ള പ്രേമം എൻ്റെ പ്രകൃതിയാക്കപ്പെട്ടതാണ്. ആ പ്രേമത്തെ ശിഫയാക്കി തരാൻ ഒരാൾക്ക് കഴിയൂല, ആവശ്യമില്ല. പക്ഷെ മറ്റുള്ളവർ പറയാനും ഉപരിക്ക് സുഖമല്ല, ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ സൊക്കട് മാറൂല എന്ന്. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് വേറെ വിഷയം. ഒന്നും കൂടി وثقت برب جاد لي بالمؤمل وسراح طرفي في جمال المزمل وحسين ترسي بامتداح نبينا لكل فصيح من بليغ مزيل وسنيده بالصدق مقصور همتي بإنشاء مدح مصل لم يفصل وأوجزت لو طلبت في حق سيدي فريد عديم الشبه خير مؤمل فبحر بسيط كامل المد وافر
طويل باب مدح طه المفضل وحسين مدحا صح متنا مسلسلا لإحسان ممدوح وأفضال مرسلي تواترت أن طه محمدا إمام جميع الرسل خير مكمل وهو فاتح والختم أحمد ناصري هداني إلى ذاك الجمال المجمل أحب رب البيت أحمد سيدي وزينات روحي وهو كوفي وموئلي ومن ذا الذي يشفي من الحب هو في أبي الكون والأرواح أجواد مجزلي ومن ذا الذي يشفي من الحب وهو في شفيع الورى ترا لدى كل معللي ومن ذا الذي يشفي من الحب وهو في حبيب إله العالمين المبتل. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.